എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. സ്റ്റോറീനെ വിവരിച്ചു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റോറി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും അത് കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കയറി കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്താണ്? ആരാണ് പട്ടം പറത്തിയത്? അതാണ് കഥയുടെ പേര്. ഓക്കെ. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾ ത്രൂ ദ പാർക്ക്. നമ്മുടെ ടൗണിലെ മേയർ അദ്ദേഹം പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്താണ് അത്? ഒരു ചെറിയൊരു പയ്യൻ ഒരു വലിയ പട്ടം പറത്തുകയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള വർണ്ണാഭമായ ഒരു പട്ടം ആ ചെറുക്കൻ പറത്തുകയാണ്. ദ കൈറ്റ് സോഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. എന്താണ് ആ പട്ടത്തിൻ്റെ പ്രത്യേകത? എന്താണ്? വളരെ വളരെ ഉയരത്തിലാണ് പട്ടം പറക്കുന്നത്. അത് ഉയരത്തിൽ പറന്ന് ഡാൻസ്, നമ്മുടെ കാറ്റത്ത് ബ്രീസിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കുകയാണ്. ഓക്കെ. വൗ, ഹൂ മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. എന്താണ്? അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് ഇത്ര ഉയരത്തിൽ പട്ടം പറത്തിയത്? വളരെ അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ. ആ ബോയ് എന്ത് പറഞ്ഞു? അഭിമാനത്തോടെ ആ കുട്ടി പറയുകയാണ്, ഞാനാണ്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്, ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്, ഞാനാണ് ഇതിൽ പെയിൻറ്റ് ചെയ്തത്, ഞാനാണത് പറത്തിയത്. അപ്പോൾ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. അപ്പോൾ വിൻഡ് മെല്ലെ മന്ത്രികയാണ്. എന്താണ് പറയുന്നത്? നോ, ഇറ്റ്സ് മീ. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ, വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഇത് ഞാൻ തന്നെയാണ് പറത്തിയത്. കാരണം ഞാനില്ലായിരുന്നെങ്കിൽ, ഈ കാറ്റത്ത് ഞാൻ പറത്തിയില്ലായിരുന്നെങ്കിൽ ഇത് ഗ്രൗണ്ടിൽ തന്നെ കടന്നേനെ. അതുകൊണ്ട് ഞാനാണ് പറത്തിയതെന്ന് മെല്ലെ ആര് പറഞ്ഞു? നമ്മുടെ കാറ്റ് പറഞ്ഞു. ഓക്കെ, അടുത്ത പേജ് എടുത്ത എല്ലാവരും. The kite tail fluttered and said, wait, I keep the kite steady. Without me, it would crash and break. അപ്പോൾ നമ്മുടെ കൈറ്റിൻ്റെ വാല് പറഞ്ഞു. എന്താണ്? ആടിക്കളിച്ചിട്ട് എന്ത് പറയാണ്? ആടിക്കളിച്ച് പറയാണ്, ഞാൻ കൂടിയാണ്, ഞാനാണ് കൈറ്റിനെ അതിനെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നത്. ഞാനില്ലെങ്കിൽ ഇത് നിലത്ത് തകർന്ന് തരിപ്പണമായിട്ട് താഴെ വീഴുമെന്ന് പറഞ്ഞു. The string looked at everyone and said, without me, how will a kite fly? I make it soar high. I guide it as it moves through the sky. അപ്പോൾ നമ്മുടെ ചരട് പറയുകയാണ്, എന്താണ്? ഞാനില്ലാതെ എങ്ങനെയാണ് പറക്കുക? ഞാനല്ലേ അതിനെ ഇത്ര ഉറപ്പിൽ പറത്തുന്നത്. ഞാനില്ലെങ്കിൽ അതെങ്ങനെ പറക്കും? ആകാശത്തോടെ ചരടില്ലാതെ പറക്കാൻ പറ്റുമോ? ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ടെയിൽ പറഞ്ഞതാണെങ്കിലും, നമ്മളുടെ വിൻഡ് ആണെങ്കിലും, നമ്മുടെ സ്ട്രിങ് ആണെങ്കിലും അവർ പറയുന്നതെല്ലാം ശരിയുണ്ട്. ഓരോ ആൾക്കാരും അവരവരുടേതായ ഡ്യൂട്ടീസൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ? ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവരി വൺ. ഹി ആസ്ക് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? ദേ ഓൾ പോസ് ടു തിങ്ക്. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി, we all do it. The kite flies because of our efforts. അപ്പോൾ നമ്മുടെ കുട്ടിയോട് ഈ മേയർ ചോദിച്ചു, എന്താണ് ആലോചിച്ച് ചോദിച്ചു, ശരിക്കും ഇതാരാ പറത്തുന്നത്? അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇപ്പം ആലോചനയൊക്കെ നിർത്തി ഇങ്ങനെ ആലോചന മിണ്ടാതിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടിയാണ്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ അധ്വാനം കൊണ്ടാണ് ഇത് പറത്തുന്നതെന്ന് ബോയ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ദ വിൻഡ് അഗ്രീഡ് ആൻഡ് ടെയിൽ നോഡഡ് ടു. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. ദ മേയർ സ്മൈൽഡ് വാംലി. യു ആർ റൈറ്റ്. ടുഗദർ you make a kite fly but beautifully. The kite is a symbol of unity. If we work together, we can achieve anything. Everyone smiled together. We fly the kite. They shouted cheerfully. The kite continued to soar high in the sky. അപ്പോൾ എന്താണ്?
നമ്മളിവരെല്ലാവരും വിൻഡും ടെയിലും എല്ലാവരും സമ്മതിച്ചു, സ്ട്രിങ്ങും അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. കാരണം ശരിയാണ്. കാരണം എന്താണ്, ഇവരെല്ലാവരുടെ അധ്വാനം ഇതിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ കൈറ്റ് അപ്പം എന്ത് ചെയ്തു, പിന്നെ ഉയരത്തിൽ പറക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി വായുവിൽ. അപ്പോൾ നമ്മുടെ മേയർ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെല്ലാവരും കൂടിയാണ് ഒരു കൈറ്റിനെ അതിൻ്റെ പറക്കുന്നത് വളരെ മനോഹരമാക്കുന്നത്. അപ്പോൾ ഈ കൈറ്റ് എന്ന് പറയുന്നത്, ഒരു പട്ടം എന്ന് പറയുന്നത് എന്താണ്, അതൊരു യൂണിറ്റിയുടെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ വളരെ ഒരുമിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിജയം നമുക്ക് നേടാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ടുഗദർ വി ഫ്ലൈ ദ കൈറ്റ്, ദ ഷൗട്ടഡ് ചിയർഫുള്ളി. അപ്പോൾ എന്താണ്, ഞങ്ങളെല്ലാം ഒരുമിച്ച് പറത്തുമെന്ന് അവർ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മുടെ പട്ടം എന്ത് ചെയ്തു, വളരെ വളരെ ഉയരങ്ങളിൽ ആകാശത്തിൽ പറക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല സ്റ്റോറി? വളരെ മനോഹരമായൊരു സ്റ്റോറിയാണ്. എല്ലാവരും അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും കൂടെ എല്ലാവരും കേൾക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.